വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 3rd സ്റ്റാൻഡേർഡിലെ മലയാളം ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോ. പ്രവർത്തനം 1 നോക്കൂ, വായിക്കാം എഴുതാം. ആതിര കൂട്ടുകാരിക്ക് എഴുതിയ കത്ത് വായിക്കൂ. സ്ഥലം തീയതിയിലെ പ്രിയപ്പെട്ട സാരംഗി, നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പഠനം നന്നായി നടക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ മോഹനകൃഷ്ണൻ കാലയുടെ ഒരു കവിത പഠിപ്പിച്ചു. റൊട്ടി എന്നാണ് കവിതയുടെ പേര്. കവിത വായിച്ചപ്പോൾ നിന്നോട് അതേക്കുറിച്ച് പറയണമെന്ന് തോന്നി. വിശപ്പ് കൊണ്ട് ഒരു കുട്ടി മോഷ്ടിക്കുന്നതും അവന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളുമാണ് ഈ കവിത. നമ്മളെപ്പോലെ സ്കൂളിൽ പോകാൻ കഴിയാത്ത എത്രയോ കുട്ടികളാണുള്ളത്. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത കുട്ടികളുമുണ്ട്. ലോകത്ത് 800 കോടിക്ക് മുകളിൽ ജനങ്ങളുമുണ്ട്. അതിലേതാണ്ട് 82 കോടികൾ വിശക്കുന്ന വയറുമായാണ് ഉറങ്ങാൻ പോകുന്നതെന്ന് ടീച്ചർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സങ്കടമായി. എല്ലാവർക്കും ആവശ്യത്തിന് കഴിക്കാനുള്ളത് ഈ ഭൂമിയിലുണ്ട്. പക്ഷേ കുറേ പേർ ഭക്ഷണം പാഴാക്കുന്നു. ഇങ്ങനെ പാഴാക്കുന്ന ഭക്ഷണം മതി ഒരുപാട് പേരുടെ വയറു നിറയ്ക്കാൻ. ഈ ഭക്ഷണ സമയത്ത് തന്നെ എത്രമാത്രം ഭക്ഷണമാണ് സ്കൂളിൽ നമ്മൾ പാഴാക്കി കളയുന്നത്. ഇനി മുതൽ ഭക്ഷണം പാഴാക്കില്ല എന്ന് നമുക്ക് തീരുമാനമെടുക്കണം. ആർക്കും വിശക്കാത്ത നല്ല നാളുകൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കാം. വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെ കുറിച്ച് ഓർക്കാനേ വയ്യ. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഭക്ഷണം മോഷ്ടിക്കുന്നത് അത്രയും ഗതികെട്ട അവസ്ഥയിലായതുകൊണ്ടാവാം. വിശപ്പുരഹിത നാടിനായി നമ്മളാൽ കഴിയുന്നത് നമുക്ക് ചെയ്യാം. സ്നേഹപൂർവ്വം ആതിര. കത്ത് വായിച്ചല്ലോ കൂട്ടുകാരെ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കാം. കുട്ടി റൊട്ടി മോഷ്ടിച്ചത് എന്തിനാണ്? അമ്മയ്ക്ക് കൊടുക്കാൻ വിശപ്പ് കൊണ്ട് ഉച്ചഭക്ഷണത്തിന് കൊതി തോന്നിയിട്ട്. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ കുട്ടി റൊട്ടി മോഷ്ടിച്ചത്? അതേ, വിശപ്പ് കൊണ്ടാണല്ലേ. ആൻസർ വിശപ്പ് കൊണ്ട്. എങ്ങനെയുള്ള നല്ല നാളുകളാണ് ആതിര ആഗ്രഹിക്കുന്നത്? അതെ, ആർക്കും വിശക്കാത്ത നല്ല നാളുകളാണല്ലേ നമ്മളിപ്പോൾ വായിച്ച കത്തിലല്ലേ. ഓക്കെ, ദെൻ ദുരനുഭവം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? എന്താണ്? യെസ്, മോശം അനുഭവമാണല്ലേ. ദുരനുഭവം എന്താണ്? മോശം അനുഭവം. ദെൻ എന്തിനെക്കുറിച്ച് ഓർക്കാനേ വയ്യ എന്നാണ് ആതിര പറയുന്നത്. എന്തിനെക്കുറിച്ചാണ്? യെസ്, വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെക്കുറിച്ച്. നമ്മളിപ്പോൾ കത്ത് വായിച്ചല്ലോ. ഓക്കെ, കത്തിൽ പറയുന്നുണ്ടല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. പ്രവർത്തനം 2, പോസ്റ്റർ തയ്യാറാക്കാം. അമ്മൂമ്മയും അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഈച്ച, പൂച്ച, പൂമ്പാറ്റ, കോഴി, ഉറുമ്പ്, പാമ്പ് ഇതെല്ലാം ചേരുന്നതാണ് ആതിരയുടെ വീടല്ലേ. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് എന്ന ആശയം വരുന്ന ചിത്രം നോക്കൂ. അനുയോജ്യമായ പോസ്റ്റർ വാക്യം എഴുതി ചേർക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ എന്തെഴുതാം? യെസ്, നമ്മുടെ ഭൂമി നമ്മുടെ വീട്. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടത്. അല്ലെങ്കിൽ ഒന്നും ഒരാളുടെ സ്വന്തമല്ല. എൻ്റെ വീടല്ല, നമ്മുടെ വീട്. അങ്ങനെയൊക്കെ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ മനോഹരമായിട്ട് പോസ്റ്റർ വാക്യം എഴുതാവുന്നതാണ്. ഓക്കെ, ഇതിന് പ്രവർത്തനം 3 നോക്കാം നമുക്ക്. അനുഭവക്കുറിപ്പാണല്ലേ. ആതിര സ്കൂൾ വിട്ടു വന്നാൽ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം മുറ്റത്തെ ചെടിയിൽ കൂടുകൂട്ടിയ കുഞ്ഞു കുരുവിയുടെ മക്കളോട് പറയും. എന്തൊക്കെയായിരിക്കും അവൾ പറയുക? നിങ്ങളുടെ സ്കൂൾ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? കുരുവിയോട് പറയുന്നതായിട്ട് സങ്കല്പിച്ച് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതാണ്. നമുക്ക് എന്ത് പറയാം? ഞങ്ങളുടെ സ്കൂളിൻ്റെ മുറ്റത്തൊക്കെ ഒരു മരമുണ്ട്. അതിലെ ചുവട്ടിൻ്റെ കുറേ പൂക്കൾ കിടപ്പുണ്ടായിരുന്നു. ഇൻ്റർവെൽ സമയത്ത് ഞങ്ങൾ പൂക്കളൊക്കെ പെറുക്കിയെടുത്തിട്ട് മാലയൊക്കെ കോർത്തു. ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ടാണ് പഠിപ്പിക്കാറ്. ഞങ്ങൾ മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് പഠിക്കാറ്. അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കുരുവിയോട് പറയുന്നതായിട്ട് സങ്കല്പിച്ച് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4, സംഭാഷണം തയ്യാറാക്കുക. ചിത്രം നോക്കൂ. പൂമ്പാറ്റയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ചെഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കുട്ടിയും പൂമ്പാറ്റയും കൂടി എന്തൊക്കെയായിരിക്കും കൂട്ടുകാരി സംസാരിച്ചിട്ടുണ്ടാവുക? കുട്ടി ചോദിക്കുമല്ലേ. കുട്ടി ചോദിക്കുകയാണ്, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് പറയുകയാണല്ലേ. ഇതിന് ചോദിക്കുകയാണ്, നിനക്ക് ഈ ഉടുപ്പ് ആരാണ് തയ്ച്ചു തന്നതെന്ന് ചോദിക്കും. അപ്പോൾ പൂമ്പാറ്റ എന്ത് പറയും? യെസ്, ഇതെനിക്ക് പ്രകൃതിയമ്മ തന്നതാണെന്ന് പറയല്ലേ. കുട്ടി അപ്പം ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങനെ പൂന്തോട്ടത്തിലൊക്കെ പാറി നടക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പൂമ്പാറ്റ എന്തായിരിക്കും പറയുക? ഈ പൂവുകളിൽ നിന്ന് തേൻ കുടിക്കാനാണ്. അപ്പോൾ കുട്ടി ചോദിക്കും, തേനാണോ നിൻ്റെ ഭക്ഷണം എന്നൊക്കെ ചോദിക്കുകയല്ലേ. അപ്പോൾ പൂമ്പാറ്റ പറയും, തേനാണ് ഞാൻ ഭക്ഷിക്കാറ്. പൂക്കളിലുള്ള ഈ തേനൊക്കെയാണ് ഞാൻ ഭക്ഷിക്കാറ്. അങ്ങനെ എന്ത് ചെയ്യാം? കുട്ടി പൂമ്പാറ്റയോട് നീ കളിക്കാനുണ്ടോ എൻ്റെ കൂടെ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? യെസ്, ഈ കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, ഇതിന് പ്രവർത്തനം 5 നോക്കൂ. വരികൾ എഴുതാം. മുറ്റത്തിനരികിൽ നിൽക്കുന്ന ചെമ്പരത്തിയെക്കുറിച്ച് ആതിര എഴുതിയ കവിതയിലെ വരികൾ നോക്കൂ. കൂടുതൽ വരികൾ എഴുതി ചേർത്ത് കവിത പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ചന്തമേറുന്നൊരു ചെമ്പരത്തി, ചെമ്പട്ടുടുത്തൊരു ചെമ്പരത്തി, ചുകച്ചുകപ്പുള്ളൊരു ചെമ്പരത്തി,
ചെമ്പനീർ പൂവായ ചെമ്പരത്തി ചിത്രശലഭങ്ങൾ തേടും തേനും പഴവും തരാത്തൊരു ചെമ്പരത്തി ചെമ്പട്ടുടുത്തൊരു ചെമ്പരത്തി ചന്തമേറുന്നൊരു ചെമ്പരത്തി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ബാക്കി വരികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടേതായ ഇമാജിനേഷനൊക്കെ ഉപയോഗിച്ച് വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കവിതയ്ക്ക് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. ഓക്കെ, ഇതൊരു മാതൃക ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.